ആയിഷ. നിങ്ങൾ പോകാനറിഞ്ഞോ? ഞാൻ ഏതായാലും പോയോക്കട്ടെ. ഇപ്പൊ തന്നെ പോയാലേ വാങ്ങിക്കൊണ്ടുവരാം. 10-25 പവനില്ലേ? പരിചയമുള്ളതിലായിട്ടാണ് ഇപ്പൊ കടയിട്ട് കിട്ടണത് സ്വർണ്ണൊക്കെ. അല്ലെങ്കിൽ എത്താ കാട്ട നമ്മള്. പരിചയമുള്ളവരായിട്ടാണ് അങ്ങനെയൊക്കെ കിട്ടിയത്. പൈസന്റെ കാര്യാണ്, അതൊക്കെ വേഗം കൊടുക്കും കാട്ട് ചെയ്യേണ്ടി വരും. വേണ്ടിയില്ല, അവളെ കല്യാണം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാ മതി. എനിക്കറിയില്ലേ, ഞാൻ നയിച്ചണ പൈസ പറഞ്ഞാൽ അന്നാമത്തെ ചെലവ് കഴിഞ്ഞു പോകാനുള്ളൂ. 10 പവൻ എന്നെ തേച്ചു കൊടുക്കാൻ പറ്റുവാൻ കരുതിയിട്ടില്ലേ. ഇതൊരു വിലയാണ് ഇപ്പൊ സ്വർണത്തിനൊക്കെ. പറയാണ്ടോ, അത് കഴിഞ്ഞ അതാ മിന്നു വളർന്നു വരുന്നു. അല്ലാ, ഇച്ചറിയിലെത്താ കാട്ടണ്ടേന്ന്. ഇതിന്റെ തന്നെ എന്നാ കടം തീരലാവോ? അതൊക്കെ എന്തെങ്കിലും വച്ച് പഠിച്ചോന്ന് തേറ്റും. നിങ്ങൾ ഏതായാലും പോയി വരി, നേരം വൈകണ്ട. അത് ശരിയാണ്. ഞാൻ എന്നാ പോയോക്കട്ടെ. സ്വർണം വാങ്ങാനൊക്കെ കൊറേ പൈസ കടാകുമല്ലോ ഇപ്പൊ. ഒന്ന് വീടി കിട്ടിയാ മതി. ഇനി വേഗം എന്റെ എനിക്ക് കല്യാണം നടന്നിട്ടാ മതി. ജുനൈദാണല്ലോ വിളിക്കുന്നത്. ഹലോ എടാ, ഞാൻ വെറുതെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ നിക്ക. അല്ല ഇപ്പൊ വേറെ മാർഗല്ല. ഇപ്പച്ചാണെങ്കിൽ ഇപ്പൊ സ്വർണം കൊണ്ടുവരാൻ പോയിന്ന്. അത് കൊടുന്നിട്ട് എങ്ങനെങ്കിലൊക്കെ അത് എടുത്തെങ്ങാണ്ട് ഇറങ്ങാൻ നോക്കാം. എനിക്ക് പേടിയാവുന്നുണ്ട്. ഞാൻ ഇപ്പൊ മേലെ വന്ന് സംസാരിക്കുന്നു, താഴത്തുനിന്നൊന്നും പറ്റൂല. ഞാൻ ഏതായാലും എങ്ങനെങ്കിലും എടുത്തെങ്ങാണ്ട് ഇവിടുന്ന് ഇറങ്ങാൻ വിളിക്കാൻ എനിക്ക് കേട്ടോ. ശരി എന്നാ. എങ്ങനെയപ്പോ ഒന്ന് എടുക്കുക? വെച്ച് വന്നാവോ അതും അറിയില്ല. എങ്ങനെങ്കിലും അത് എടുത്തെങ്ങാണ്ട് ഇവിടുന്ന് എസ്കേപ്പ് ആവണം. പോയോക്കട്ടെ. വെച്ച് വന്നോന്നും അറിയില്ല, ഇവിടെ ഇരുന്നൊന്നും അറിയില്ല. എന്തോ ഒരു മഴയാണ്. ആയിഷ, നിങ്ങള് തോടെ ആകെ നനഞ്ഞങ്ങട്ട്. ആയിഷ, താത്ത നിങ്ങള് വന്നോ? എന്തോ ഒരു മഴ. നല്ല മഴ. ഇന്നിപ്പോ കുറച്ചൊരാക്കുണ്ട്. ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? അതിന്റെ തിരക്ക് തന്നെയാണ് ഞാൻ. എവിടെ കല്യാണ പെണ്ണ്? ഓളവിടെ റൂമിലാണ്. ചിലപ്പോ ഓനായിട്ട് ഫോൺ വിളിച്ച കാട്ടെന്തെങ്കിലും ഇക്കാരം. ഓൻ പെടല്ലേ? കാക്കി സ്വർണം കൊണ്ടുവരാൻ വേണ്ടിട്ട് ജ്വല്ലറിക്ക് പോയതാ. 2 ദിവസം മുമ്പ് തന്നെ മാങ്ങിയൊക്കെ ഉണ്ടല്ലോ വിചാരിച്ച്. പേടിയാണേ. തന്നെ. ആരാപ്പത്? മിന്നല്ലത്? എത്താ പെണ്ണെ, താത്താന്റെ കല്യാണം അല്ലേ സ്കൂൾക്ക് പോകണത്? അതമ്മായിയെ, ഇന്ന് സ്പെഷ്യൽ ക്ലാസ്സിന് എല്ലാരും നിർബന്ധമായിട്ടും വരണം പറഞ്ഞിരിക്കണ്. അതുകൊണ്ടാ ഞാൻ പോണത്. താത്ത എത്താ? ഞാൻ പറഞ്ഞ കൊറേ പറഞ്ഞു ഇന്ന് നീ പോകണ്ട ക്ലാസ്സിന്. അപ്പൊ അർജന്റുള്ള പറഞ്ഞിട്ടില്ലേ, അർജന്റുള്ളത്തെ ക്ലാസ് ആണോല്ലോ. അത് വേഗം വരാൻ പറഞ്ഞു. ഉച്ചക്ക് ശേഷാണല്ലോ പരിപാടി. എന്തായാലും അടുത്തത് എനിക്ക് നോക്കാനയക്കണം കേട്ടോ. വലിയൊരു പെണ്ണയക്കണേ. വലിയ പെണ്ണയക്കണേ. വേഗം നോക്കണം. ഇനി കല്യാണം +2 കഴിഞ്ഞില്ലേ, ഇപ്പൊ തന്നെ നോക്കണം. ഞാൻ പറഞ്ഞേക്കെ എനിക്ക് അയച്ചിട്ട് എന്തെങ്കിലും കഴിഞ്ഞാൽ ഡിഗ്രി കഴിയുമ്പോഴത്തേന് കല്യാണം നോക്കണ്ടേ. അതും ഉണ്ട്. ഇവിടെ തന്നെ ഇപ്പൊ കഴിയുന്നുള്ളൂ. അങ്ങനെ ഒന്നും വിട്ടിട്ട് കാര്യമില്ല. വേഗം നോക്കണം എന്തായാലും. ശരിയാവില്ല. ഇപ്പൊ തന്നെ പിടിച്ച് പൊട്ടിച്ചു. നല്ല പറഞ്ഞ സ്കേപ്പാ. ഞാൻ എന്നാ ക്ലാസ്സിന് പോകാനുള്ളതൊക്കെ നോക്കട്ടെ ട്ടോ. ഓട്ടമ്മ. ആള് വേഗം മുങ്ങി. കല്യാണത്തിന്റെ പറ്റീന്റെ വർത്താനം പറഞ്ഞാൽ വേഗം ഓടും. ഓടും. എല്ലാ തടിർത്തു. ഞങ്ങള് കയറി വരി. വരെ ഉള്ളിൽ കയറാ. കുഞ്ഞോളെ, എന്ത് ഉമ്മ? ഇതേ ഇപ്പൊ ജ്വല്ലറി പോയിങ്ങാണ്ട് കൊടുന്നതാണ്. സ്വർണ്ണൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് നോക്കി കാട്ടിങ്ങാണ്ടേ അൽമറിക്ക് വെച്ചാണ്ടിട്ടോ. ഞാൻ അടുത്തോ. ഈ പെണ്ണ് അതിന്റെ അടി ഇപ്പൊ എടുക്കാ പോയി. ആയിഷ, വെള്ളം ഇവിടെ തളിച്ചുക്കണു.
വേഗം വാ. പിന്നെ അമ്മായി വിളിച്ചിട്ടുണ്ട്, ഞാൻ പോട്ടെ. ഏതായാലും ഇതൊക്കെ അൽമറയ്ക്ക് വെച്ചെങ്ങാണ്ട് ചാവി ഇപ്പച്ചിന്റെ അടുത്ത് കൊണ്ട് കൊടുക്കട്ടോ. ഇത് നേരല്ല. എന്നാ ഏതായാലും വാങ്ങിച്ചോ. പറഞ്ഞമാർക്ക് ഇപ്പച്ചിന്റെ അടുത്ത് കൊടുക്കട്ടോ ചാവി. ഞാൻ പോകുക, അമ്മായി വിളിച്ചിട്ടുണ്ട്, അടുക്കളയിൽ പണിയില്ല. ആ എന്നാ നിങ്ങൾ പോയിക്കോളി, ഞാൻ ഇപ്പച്ചിന്റെ അടുത്ത് കൊണ്ട് കൊടുത്തോണ്ട്. ഇത് വേറെ ഇട്ടേക്കട്ടെ, പിന്നെ മറക്കും. ചാവി വേഗം കൊണ്ടു കൊടുക്കാനില്ല, അല്ലെങ്കിൽ പിന്നെ അത് അവിടെയും പടിയും വെച്ച് മറക്കും. ചാവി വേഗം ഇപ്പച്ചിക്ക് കൊടുക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ മറക്കും. ഒക്കെ വിളിക്കണ്ടല്ലോ, ഇപ്പൊ എന്താ ചെയ്യ? ആ നിന്നോ എന്താ ഈ ചാവി ഇപ്പച്ചിക്കൊന്ന് കൊണ്ടു കൊടുക്കട്ടോ. അത് എനിക്കാണ് കൊണ്ടു കൊടുത്താ പോരെ? ഇക്ക വിളിക്കണ്ട, അതുകൊണ്ടാ. എനിക്ക് ഏതായാലും ക്ലാസ്സിന് പോകാനേക്കണു. അല്ല ഇതെന്തിന്റെ ചാവിയാണ്? ഇതെന്റെ അൽമാറിന്റെ ചാവിയാണ്. ഇപ്പച്ചി സ്വർണം കൊടുന്നു, അപ്പൊ അത് അതിൽ വെച്ച് ഇങ്ങനെ ചാവി ഇപ്പച്ചി കൊടുക്കാൻ പറഞ്ഞു. ഏതായാലും ഇതൊന്ന് കൊടുക്കട്ടോ. എന്നാ കൊണ്ട, ഞാൻ കൊടുത്തോണ്ടിരുന്ന ഇപ്പച്ചി കൊടുക്കട്ടോ. ആ ഞാൻ കൊടുത്തോ. ആ ഹലോ ഇക്ക. ഓ ചാവി കിട്ടി. ഞാൻ ഇവിടുന്ന് പോകാൻ നോക്കട്ടെ, അത് എടുത്തുങ്ങാണ്ട്. നല്ല ഓളെ റൂമ് കയറിങ്ങാണ്ട് എടുക്കണം. ഏതായാലും ഇവിടുന്ന് ഇറങ്ങിയിട്ട് വന്ന് വിളിച്ച അതാ നല്ല. ഓളെ ഇവിടെ ഒന്നും കാണുന്നു. ബാത്റൂമിലാണല്ലേ. നല്ല തുറക്കട്ടെ. ഇതിൽ കത്തയ്ക്ക് വെക്കാം, പിന്നെ ഒരു തെരഞ്ഞു നടക്കാം. പോയി എന്നുള്ള മനസ്സിലാക്കാം. ഇപ്പൊ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല, എന്റെ ബാഗിൽ ഇടാം, നല്ലത്. ഞാൻ പോട്ടെ, ആരും അറിഞ്ഞിട്ടില്ല. ഉമ്മ ഞാൻ പോയിട്ടോ. ക്ലാസ് കഴിഞ്ഞാ വേഗം വന്നോണ്ടേ. ആ ഏതായാലും ഓന് വേഗം വിളിക്കട്ടെ. ആ ഹലോ, ഞാനേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. സ്പെഷ്യൽ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാ. ആ അതൊക്കെ എടുത്താണ്, ഒക്കെ എടുത്തിട്ടാ ഞാൻ ഇറങ്ങിയത്. എന്തോ ഭാഗ്യത്തിന് ചാവി എൻ്റെ അടുത്ത് തന്നെ വന്ന് പെട്ട്, അതുകൊണ്ട് ഒക്കെ എടുത്താ ഞാൻ ഇറങ്ങിയത്. ഈ വേഗം വാട്ടോ, ഞാനേ എൻ്റെ വീടിൻ്റെ അവിടെയുള്ള ബസ് സ്റ്റോപ്പില്ലേ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വേഗം വാ, ആരെങ്കിലും കണ്ട സീനാകും. ആ ശരി എന്നാ വേഗം വാട്ടോ. വേഗം നടക്കട്ടെ. അങ്ങോട്ട് കുഞ്ഞോളെ, കുഞ്ഞോളെ, ഈ പെണ്ണത് എവിടെ പോയി കിടക്കണേ? എന്താ മങ്ങളെ വിളിച്ചോ? കുഞ്ഞോളെ ഇജ്ജ് പോയി ഇങ്ങാണ്ടേ വേ മാറ്റിക്കെന്നാ. എൻ്റെ ചെങ്ങാഴ്ചകളൊക്കെ കുറെ നേരമല്ലേ വന്നിട്ട്, ഒന്ന് വേ മാറ്റിക്കൂടെന്നാ, വെറുതെ നേരം കളയണോ? ഞാൻ ഇവിടെ നല്ല പണിയില്ല. ആ എന്നാ പോയി മാറ്റിക്കട്ടോ, ഞാൻ പോയി മാറ്റട്ടെ. സ്വർണ്ണൊക്കെ എടുത്തത് താരോ ഇതുമ്മല് ചാവി കൊണ്ടച്ച് താരോ തുറന്നിക്കണല്ലോ. ആ സ്വർണത്തിന്റെ തേക്കൊന്നും കാണല്ലോ, എവിടെയാണല്ലോ വെച്ച്. ഇതാ കാണാൻ എന്താ? നിന്നെ എഴുതി വെച്ച് പോയതാണല്ലോ ഇത്. അവളടുത്താണല്ലോ ഞാൻ ചാവി കൊടുത്തത്. ഇത്രയല്ലേ ചതി ചെയ്യാൻ വിചാരിച്ചിട്ടില്ല. എന്താണ് കുഞ്ഞോളെ ചെത്തിന് അങ്ങനെ ഒച്ചയും മുഴ ഉണ്ടാക്കണ? എന്താ കാര്യം? ഇതൊക്കെ ഞാനിപ്പോ ഡ്രസ്സൊക്കെ മാറ്റിങ്ങാണ്ട് ആ സ്വർണ്ണം ഉണ്ടല്ലോ ഇതിലുണ്ടായി എന്റെ അൽമറിയിൽ വെച്ച അതെടുക്കാൻ നോക്കിയപ്പോ അതിന് സാധനം കാണാനില്ല. അതിന് ചാവിയൊക്കെ കണ്ടപ്പോ ഇത് ആരാ തുറന്നിട്ട് വിചാരിച്ചിങ്ങാണ്ട് നോക്കിയതാ. അപ്പൊ നിന്നത് ഒരു കത്തൊക്കെ എഴുതി വെച്ചിങ്ങാണ്ട് പൊയ്ക്കാണ് ആരോ. ആ സ്വർണ്ണൊക്കെ കൊണ്ടേക്കണം. എന്തൊക്കെയാ പറയുന്നത്?
ഓളിപ്പോ നേരത്തെ ഞാൻ അപ്പൊ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വരി. അപ്പൊ ഇക്കാന്റെ ഫോൺ വന്നപ്പോ ഞാൻ ഓളോട് പറഞ്ഞു അപ്പച്ചിന്റെ അടുത്തൊന്ന് കൊണ്ട് കൊടുക്കുകയായിരുന്നു. എന്റെ അപ്പച്ചിക്ക് ചാവി കൊടുക്കാൻ പോയപ്പോ ആ ടൈം കൊണ്ട് ഓളിപ്പോ എടുത്ത് പോകും ഞാൻ വിചാരിച്ചിട്ട് കത്തൊക്കെ എഴുതി വെച്ചങ്ങാണ്ട് പോയിക്കണ്. ഞാൻ പൽമറ തോന്നപ്പോ കിട്ടിയതാ. അല്ലാ എന്താ ചെയ്യാ? പാപ്പ അതൊക്കെ അറിഞ്ഞാള അവസ്ഥ എന്തേക്കാരോ റബ്ബേ. ഓള് പയ്യനപ്പൊ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് പറഞ്ഞങ്ങാണ്ട് ഇവിടുന്ന് പോയിക്കണ്ട്. റബ്ബേ എന്താ റബ്ബേ നീ കാട്ട? പാപ്പാനോട് പോയി പറയട്ടെ. എന്താണ് ആയിഷ ഇവിടെ പ്രശ്നം? അത് അമ്മായിയെ നിന്നെ കത്തൊക്കെ എഴുതിച്ചെങ്ങാണ്ട് ഏതോ ഒരുത്തന്റെ ഒപ്പം സ്വർണ്ണൊക്കെ കൊണ്ടുപോയി കല്യാണത്തിന് വെച്ച്. റബ്ബേ ഇന്നും ഇങ്ങനൊക്കെ കാട്ടിയോ? എത്താണ് ആ പെണ്ണിന്റെ കഥ? അതാണെങ്കി ഏട്ടത്തിന്റെ കല്യാണത്തിന്റെ അന്ന് തന്നെ മാണല്ലോ ഇപ്പൊ ഇങ്ങനെ കാട്ടുന്നത്. വല്ലാത്തൊരു കാട്ടലായി പോയത്. എന്താ കാട്ടിന്റെ അറിയില്ല. ഇപ്പാന്റെ അടുത്തേക്ക് പോയിക്കണം. ഇപ്പതറിയാ എന്തേകാര അവസ്ഥ. അല്ലാ നോക്കിട്ട് കാര്യമില്ല. ഈ കല്യാണം മുടങ്ങേക്കാരും. ഇതൊന്നും കേക്കാനും കാട്ടാനും വെച്ച മളെ. ഇത് നോക്കി ഞാന് കുഞ്ഞോളോടിപ്പം മാറ്റാൻ പറഞ്ഞിട്ടോ. അങ്ങനോട് മാറ്റാൻ പോയപ്പോ അൽമാരയിൽ വെച്ച സ്വർണം കാണാമല്ലോ. ആ സ്വർണം വെച്ച് ഇങ്ങോട്ട് ചാവി കൂട്ടി ഇങ്ങളീ തരാൻ പറഞ്ഞില്ലല്ലോ. അത് ഓള് മിന്നുവിന്റെ അടുത്താണ് കൊടുത്തിരുന്നത്. മിന്നു ആ ചാവിയും കൊണ്ട് അതിന് മാണ്ടി എടുത്തുങ്ങാണ്ട് ആ സ്വർണ്ണൊക്കെ കൊണ്ട് ഓളാരോ കൂടെ പോയി. എന്നിട്ട് കത്തൊക്കെ എഴുതി വെച്ചിക്കണ് പോവുകയാണ് ഓളെ നോക്കണ്ടെന്നൊക്കെ പറഞ്ഞു. ചെത്ത കാട്ടിന്റെ കജ്ജ് കൊയ്യണമായിരിക്കും. ആ പെണ്ണ് മാറ്റി വന്നതേനി. അപ്പൊ ഇടാൻ നോക്കുമ്പോ സ്വർണ്ണല്ല. എന്തൊക്കെയാ ഞാൻ ഈ കേക്കുന്നത്? ഞാൻ ഈ സാധനം വാങ്ങാൻ വേണ്ടി പുറത്തു പോയതേനി. വന്നപ്പോഴേക്കും ഇത്രയും വലിയ പുകിലൊക്കെ ഇവിടെ നടന്നോ? എന്താ ചെയ്യ? സ്വർണ്ണല്ലാതെ ഇപ്പൊ കല്യാണം നടക്കൂല്ലല്ലോ. സ്വർണ്ണില്ലെങ്കിൽ കല്യാണം മുടങ്ങും ചെയ്യും. എന്താ കാട്ടണ്ടേ അറിയണില്ല. ഓളെ ഏട്ടത്തിന്റെ ഭാവി ഓള് ആലോചിച്ചോ? ആണെങ്കിൽ ഇങ്ങോട്ട് വാങ്ങാനും കഴിയൂല. കടം പറഞ്ഞല്ലേ വാങ്ങിക്കണത് വീട്ടും വേണ്ടേ. വല്ലാത്തൊരു ചതിയായിപ്പോയി ആ പെണ്ണ് കാട്ടിയത്. അതേ കാര്യം ഇത്രയും മിസ് കോളും കിട്ടത് ഞാൻ സാധനം വാങ്ങണ തിരക്കില് ഞാൻ കണ്ടതുമില്ല. ഫോൺ വിളിച്ചൊന്നു. ഞാൻ ഏതായാലും ഒന്ന് പോയോക്കട്ടെ. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങും ചെയ്യും. എന്താ റബ്ബേ ഞാൻ ചെയ്യും? കുഞ്ഞോളെ പോയി ഒന്ന് സമാധാനിപ്പിക്ക്. കടം വാങ്ങിക്കാണ്ട് നടത്തണ കല്യാണം അത്. ഞാൻ വീട്ടും വേണ്ട. ഞാൻ ഏതായാലും പോയോക്കി വരട്ടോ. നിങ്ങൾ പോയോക്കി. ആയിഷ അവിടെ വന്നോ? എന്തെങ്കിലും വിവരം കിട്ടിയോ? എവിടുന്ന് കിട്ടാന്? ഇല്ലേ, എവിടുക്കാ പെണ്ണ് പോയിക്കുണ്ടാവും. ഞാൻ എവിടെ നോക്കാൻ ബാക്കിയില്ല. ഞാൻ ഏതായാലും സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിക്കണു. ഇപ്പൊ അത് കിട്ടിയിട്ടില്ലെങ്കിൽ കുഞ്ഞോളെ കല്യാണം മുടങ്ങൂലോ. എവിടുന്നാ അത്രയും പണ്ട് നമ്മൾ ഉണ്ടാക്ക? വലിയൊരു കടക്കണി കുന്തിട്ടും കണ്ട് ഏതായാലും ഓള് പോയിക്കണ്ട്. നമ്മളെ കുഞ്ഞോളെ അവിടെ നിന്നിട്ട് ഓള് റൂമില്ല. നല്ല സങ്കടായിക്കണം. തന്നെ മാറ്റീനി. എന്താ ചെയ്യനി? നീ ഓൾക്ക് വിളിച്ച് പറയേണ്ടി വരും കല്യാണം നടക്കൂലെന്നുള്ളത്. ഓലെ ഞാൻ നിന്നാല് തരക്കേടില്ല. ഒരു ഗ്ലാസ് വെള്ളം കാട്ടിക്ക. ആ നടക്കുന്ന എന്താ റബ്ബേ ഞാൻ അവളോട് പറയില്ല. ഇത്രയും വലിയൊരു ചതിയിലാണല്ലോ ഞാൻ പെട്ട്. അറിയില്ല. അമ്മക്ക് പേടിയാവുന്നുണ്ട്. എന്താ ഞാൻ പറയാ? എന്തായാലും എന്നെ കയറ്റി ആ വീട്ടിക്ക്. താത്താന്റെ സ്വർണം മുഴുവൻ പോയി. എന്താ ഞാൻ പറയവളോട്? പേടിയാവുന്നുണ്ട്. ഇത്രയും വലിയൊരു ചതിയന വേണമെന്നുള്ള ഞാൻ അറിഞ്ഞില്ലല്ലോ. സ്വർണ്ണല്ല താത്താന്റെ കല്യാണവും മുടങ്ങും. എന്താ റബ്ബേ ഞാൻ ചെയ്യാ?
ഉമ്മ നോക്കീന്ന് എന്താ ആയിഷ? ഇങ്ങോട്ടൊന്ന് വന്നാണി. ആരാ ഇവിടെ വന്നിക്കണോ വന്ന് നോക്കി. ആരാടി അവിടെ വന്നത്? വെജ്ജ ആരാണ്? അല്ല ചെത്തിനപ്പം ഇങ്ങോട്ട് പോകുന്നത്? ഇവളൊക്കെ കൊണ്ടാണ് പോയതല്ലേ വീട്ടിന്ന്. എന്റെ ഏട്ടത്തിന്റെ ഭാവി എന്താകുന്നുള്ളത് ചിന്തിച്ചോ? എന്തായാലും എനിക്ക് സന്തോഷല്ലേ, കല്യാണമൊക്കെ മുടങ്ങിക്കണം. എന്തായാലും എന്നോട് പൊറുക്കി, ഞാൻ അറിയാതെ ചെയ്തത്. അറിയാതാണ് ടീച്ചർ ഇത്രയും കാര്യം ചെയ്തു വെച്ചിരിക്കണത്. എന്നിട്ട് ഇപ്പൊ ഒന്നും അറിയില്ല. കാണണ്ട എന്റെ മുഖം തന്നെ. ചതിക്കാണെന്നുള്ള എനിക്ക് അറിയില്ലേ. എന്നോട് താത്താന്റെ കല്യാണത്തിനുള്ള സ്വർണ്ണൊക്കെ എടുത്തെങ്ങാണ്ട് ഇവിടുന്ന് പോവാ പറഞ്ഞെങ്ങാണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോ ബാഗും ഇതൊക്കെ കൊണ്ട് മുങ്ങി. പിന്നെ ഞാൻ എത്ര പോവാൻ വിളിച്ചിട്ട് ഇതാക്കിയിട്ട് ഒന്നും എടുക്കണില്ല. ഓളെ എല്ലാ ഇടാ കൂടെ ഒപ്പിച്ചെങ്ങാണ്ട് ഓനാണ് കൈ കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് വേറ്റിയാണ്. ഇങ്ങോട്ട് കയറാന്ന് വെച്ച് വിചാരിച്ചണ്ട. ഞങ്ങൾക്ക് ഇനി ഇങ്ങനെ ഒരു മകൾ തന്നെയല്ല. പറയല്ലേ പറ്റി, എനിക്ക് വേറെ എവിടെ പോകാൻ സ്ഥലമില്ല. എന്നെ ചതിക്കല്ലേ, എന്നെ കയറ്റണം വീട്ടിക്ക്. ഒരു കാര്യം പറഞ്ഞുതരാ, ആ സ്വർണം മുഴുവൻ എന്റെ വാപ്പ കടം വാങ്ങിയതാണ്. അത് മൊത്തം ഞാൻ എന്റെ വാപ്പ കടം വീട്ടണം ആ സ്വർണ്ണ പീഡിയക്കാരനോട്. എന്നിട്ട് അതുകൊണ്ടോ എന്റെ ഏട്ടത്തിന്റെ കല്യാണത്തിൽ നടന്നുമില്ല. ഇനി വേറെ കല്യാണം ഇതാക്കുകയാണെങ്കിൽ തന്നെ വേറെ സ്വർണം വാങ്ങണം. അതിനുള്ള പൈസയും കൂടി ഇല്ല ഇവിടെ. ഇക്കൊലത്തില് ചെയ്തതിന് ഞങ്ങൾക്ക് ആർക്കും എന്നോട് പൊറുക്കാൻ പറ്റൂല. അമ്മ ഇരിക്കത്തെ തെറ്റാജി ചെയ്തിട്ടുണ്ട്. ഓളോട് പ്രസംഗിച്ചാ നിക്കണ്ട്. ഇങ്ങോട്ട് പോര്. നമുക്ക് ഇങ്ങനെ ഒരു മകളെ തന്നെയില്ല. ഓള് നമ്മളൊക്കെ ഒഴിവാക്കി എന്താ ചൈക്കോട്ടെ വെച്ച് പോയതല്ലേ. ഓളെ വൈക്കാണ് പോട്ടെ. ഒന്ന് മാറിയിരുന്നാണി. എത്താ ഇവിടെ എത്തിനെ പടിയിച്ച് പോന്ന ഇങ്ങോട്ട്. എനിക്ക് എന്തെങ്കിലും കുറച്ചെങ്കിലും ഒരു ഇതുണ്ടോ? എന്റെ സ്വന്തം ഏട്ടത്തിയല്ലത്. എന്റെ കല്യാണം മുടക്കിങ്ങാണ്ടാണല്ലോ ജിമ്മായിരിക്കത്തെ പരിപാടി കാട്ടിയത്. എനിക്ക് ഈ ദിവസം തന്നെ ചെയ്യാൻ കേട്ട അങ്ങനെയൊക്കെ. വല്ലാത്തൊരു പെണ്ണെന്നെ. അമ്മായി ഒന്നും പറയതിലൊന്നും പറയാല്ല. എന്നോട് ഇജത്തും മുണ്ടും വേണ്ട. ഇമ്മാർക്കത്ത് ഓരോരോ. ഞാൻ ഇവിടെ നിന്നാലേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നോക്കും. ആ പെണ്ണിന്റെ കണ്ണീര് കാണണ്ടേ. ഞാൻ വളക്കണില്ല. റബ്ബേ, അമ്മായി പറഞ്ഞിട്ട് ഒരു തെറ്റില്ല. അതന്നെയാണ്. ആർക്കാരും കണ്ടിക്കാൻ കഴിയില്ല. എല്ലാത്തിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണല്ലോ അമ്മായി. അമ്മായി പറഞ്ഞു കേട്ടില്ലേ ജി? അങ്ങനെ പറയില്ലേ. എനിക്ക് വേറെ സ്ഥലം തന്നെ പോകാന്. എന്നോട് ചെത്തും പറയണ്ട, ചെത്തും കേക്കും വേണ്ട. വീട്ടില് കയറ്റണെങ്കിൽ വേറെ എവിടെ പോവാൻ സ്ഥലം. ഇജ് കൊണ്ടുപോയി തൊലിച്ച ആ സ്വർണം മുഴുവൻ കൊണ്ടല്ലാതെ ജിഞ്ഞി വീടിന്റെ പടി കയറാൻ പാടില്ല. ഓള് നമ്മളെ കാര്യം എന്തെങ്കിലും ആലോചിച്ചോ? വലിയൊരു കടക്കണീക്കാണ് ഇനി ഓള് ഉന്തിട്ടിട്ടുണ്ട്. ഓള് എവിടെ വെച്ചാ പോയി തൊലയട്ടെ. ഇജോളോട് വർത്താൻ പറഞ്ഞിട്ട് അതങ്ങോട്ട് പോര്. ആ വാതിലടക്ക്. പാപ്പ പറഞ്ഞു കേട്ടില്ലേ? അതേമാതിരി എന്നെ കാട്ടിക്കോ. ഇറങ്ങിക്കോ വരുന്നു. ആർക്കും എന്നെ കാണണ്ട. വാതിലടക്കില്ലേ ഉമ്മ പറ്റിയ. എന്താ റബ്ബേ ഞാൻ ചെയ്യാം? ഇനി എവിടേക്ക് പോകാൻ സ്ഥലം എവിടെയില്ല. ചച്ചിട്ടോ പോയി പറഞ്ഞ പോലെ എന്നെ ഇറക്കി വിട്ടു. ഞാൻ എന്താ ചെയ്യാ?